PS നെയും വഹിച്ചുള്ള വിലാപയാത്ര ആലപ്പുഴ ജില്ലയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. കിരൺ ബാബു ചേർന്നു. കിരൺ, എവിടം വരെയായി? കുറച്ച് പോയിന്റുകൾ കുറച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന് കിട്ടിയിരുന്നു. ഇപ്പോൾ എവിടം വരെയായി? ഇപ്പോൾ കരിയിലക്കുളങ്ങരയിൽ എത്തിയിരിക്കുകയാണ്. ഓച്ചിറയും കായംകുളവും ഒക്കെ പിന്നിട്ട് ഇപ്പോൾ കരിയിലക്കുളങ്ങരയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ വാഹനം മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത്രമേൽ ആളുകൾ റോഡിന്റെ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുകയാണ് അവരുടെ പ്രിയങ്കരനായ നേതാവിന് അവസാനമായി അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടി. ആലപ്പുഴയുടെ മണ്ണിലേക്ക് VS എത്തുമ്പോൾ ആലപ്പുഴയ്ക്ക് VSനെ ആലപ്പുഴയുടെ മാത്രം പുത്രൻ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആലപ്പുഴക്കാർക്ക് VS ഒരു അതിവൈകാരികത കൂടിയാണ്. അത്തരം ഒരു അതിവൈകാരികമായ രംഗങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സ്ത്രീകൾ അടക്കമുള്ളവർ, കുട്ടികൾ അടക്കമുള്ളവർ, പ്രായമായ മനുഷ്യർ, മഴയാണ്, ആ മഴയത്താണ് അവർ ഇങ്ങനെ നിൽക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും മഴയത്ത് നിന്നുകൊണ്ടാണ് അവർ VSനെ അന്തിമാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്. മഴ നനഞ്ഞാണ് മഹാഭൂരിപക്ഷം ആളുകളും നിൽക്കുന്നത്. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് കുടയുള്ളത്. റെയിൻകോട്ട് ഇട്ട് നിൽക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ മഴ നനഞ്ഞാലും വേണ്ടിയില്ല, കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ അങ്ങ് നിൽക്കുന്ന ആളുകൾ, ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം. അവരുടെ ജീവിതത്തിൽ VSന്റെ അന്തിമാഭിവാദ്യം അർപ്പിക്കാനെങ്കിലും അവർക്ക് കാണാൻ കഴിഞ്ഞു എന്നൊരു ഓർമ്മ അവരുടെ മനസ്സിലേക്ക് വേണം എന്നുള്ളത് കൊണ്ടാവും കുഞ്ഞുങ്ങളെ അടക്കം എടുത്തുകൊണ്ട് നിൽക്കുന്ന എത്രയോ മനുഷ്യർ. വളരെ കഴിഞ്ഞ കുറെ നേരമായി വാഹനം വളരെ സാവധാനത്തിൽ, വാഹനം നീങ്ങുന്നില്ല, ഇഴഞ്ഞ് നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എവിടെയും അങ്ങനെ നിർത്തിയിടുന്നില്ല. വാഹനം വളരെ സാവധാനത്തിൽ അത്രത്തോളം സാവധാനത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ത്രീകൾ അടക്കമുള്ളവർ ഇങ്ങനെ തിരക്കി നിൽക്കുകയാണ് VSനെ കാണുവാൻ വേണ്ടി. ഓരോരുത്തരുടെയും മുഖം കണ്ടാൽ നമുക്കറിയാം അവർ അത്രമേൽ വൈകാരികമായിട്ടാണ് നിൽക്കുന്നത്. ഒരു 102 വയസ്സുള്ള ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഇങ്ങനെ വൈകാരികത ഉണ്ടാകാമോ എന്നുള്ള വല്ലാത്തൊരു അത്ഭുതത്തിലാകുന്നു നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അങ്ങനെ അത്രത്തോളം ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു നിൽക്കുന്നവർ, അദ്ദേഹത്തിന് വേണ്ടി നിറഞ്ഞ കണ്ണുകളോട് കൂടി നിൽക്കുന്ന മനുഷ്യർ, തറഞ്ഞു നിൽക്കുന്ന, അങ്ങനെ എത്രയോ മനുഷ്യരാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. മിക്ക ആളുകളും നനഞ്ഞ് കുളിച്ചാണ് നിൽക്കുന്നത് എന്നതുകൂടി ആലോചിക്കണം. സ്വന്തം കുഞ്ഞുങ്ങളെ മഴയത്തിറക്കാൻ പോലും സമ്മതിക്കാത്ത ആളുകളാണ് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് VSനെ കാണാൻ വേണ്ടി ഈ മഴയത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ആ മഴയത്ത് നിന്നുകൊണ്ടും അവർ കുഞ്ഞ് നനഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് VSനെ കാണിക്കണം, VSനെ ഒരിക്കലെങ്കിലും കാണിക്കണം, ഇങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ ഓരോരുത്തരും ആ മട്ടിൽ നിൽക്കുന്നത്. ആലപ്പുഴയിലേക്ക് കടക്കുകയും പ്രത്യേകിച്ച് പകലാവുകയും ഒക്കെ കൂടി ചെയ്തതോടുകൂടി ഇന്നലെ രാത്രിയിലൊക്കെ നിന്നത് VSനെ കണ്ടേ അടങ്ങൂ എന്നുള്ള മനുഷ്യർ മാത്രമാണെങ്കിൽ ഇന്നിപ്പോൾ അല്ലാതെയുള്ള മനുഷ്യരും അടക്കം റോഡിന്റെ ഇരുവശങ്ങളിലും. ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ട് ഈ വാഹനം ഇഴയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം സാവധാനത്തിലാണ് വാഹനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വാഹനത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രത്തോളം ആളുകളാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി VSന് വേണ്ടി കാത്തു നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന മനുഷ്യരുടെ ഇടയിലൂടെ VSനെ അവരെ ആരെയും കാണിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. VSനെ അത്രത്തോളം സ്നേഹിക്കുന്ന മനുഷ്യരാണ്, ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന മനുഷ്യരാണ്. VS ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് വേണ്ടി ആ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തന്നെ നിൽക്കുന്ന മനുഷ്യരാണ്. ആ മുദ്രാവാക്യങ്ങൾക്കൊപ്പം ഉറക്കെ മുദ്രാവാക്യം വിളിച്ച മനുഷ്യരാണ്. VSന് നോവുമ്പോൾ VSന്റെ നോവ് ഏറ്റുവാങ്ങിയ മനുഷ്യരാണ് ആലപ്പുഴയിലെ ആളുകൾ. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ റോഡിന്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്നത്. ഒട്ടേറെ വൃദ്ധരായ മനുഷ്യരൊക്കെ, അവരുടെയൊക്കെ കണ്ടാൽ അറിയാം, അവർക്ക് അങ്ങനെ പുറത്തൊക്കെ വരുന്നതിനൊക്കെ പ്രയാസമുള്ള മനുഷ്യർ. അത്തരം ആളുകൾ പോലും ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വരികയാണ്. അവർക്ക് VSനെ കാണണം. ഈ തിരക്കിനിടയിൽ അവരുടെയൊക്കെ കാണുന്നത് പോലും വളരെ പ്രയാസപ്പെട്ടാണ് പലരെയും കാണുന്നത്. മറ്റുള്ളവരുടെ ചവിട്ടേൽക്കാതെ തെല്ലേൽക്കാതെ ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇവർ ഓരോരുത്തരും നിൽക്കുന്നത്. അവർ അങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ഇവർക്ക് ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം VSനെ, ആലപ്പുഴയിലെ മനുഷ്യർക്ക് വ്യക്തിപരമായി കൂടി VSന്റെ ഓർമ്മകൾ ഉണ്ടാവും. ഒരു 30-40 വയസ്സ് കഴിഞ്ഞ ഒട്ടുമിക്ക ആളുകൾക്കും അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സമര പോരാട്ടത്തിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തിൽ, ഏതെങ്കിലും അവരുടെ നാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒക്കെ VS എന്ന് പറയുന്ന നേതാവിനെ ആശ്രയിച്ചിട്ടുണ്ടാവും. ആലപ്പുഴക്കാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ചെറിയ വിഷയങ്ങൾക്ക് പോലും അവർ നേരിട്ട് VSനെ പോയി കണ്ട് VSനോട് പറയും. VSനോട് പറഞ്ഞാൽ VS അത് പരിഹരിക്കും, അതിന് ആ വിഷയത്തിൽ ഇടപെടും എന്നുള്ള ഒരു പ്രതീക്ഷ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് എല്ലാ കാലത്തും അവരുടെ ഒരു പ്രതീക്ഷയാണ്. VSനോട് പറഞ്ഞാൽ VS അത് സാധിച്ചു തരും, അല്ലെങ്കിൽ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരും എന്നൊരു പ്രതീക്ഷ. അങ്ങനെയൊക്കെ കാണുന്ന ആളുകൾ വളരെ ചെറിയ വിഷയങ്ങളാവും ചിലപ്പോൾ, പക്ഷെ അതിന് പോലും ചെവി കൊടുക്കാൻ തയ്യാറാവുന്ന, അവരെ പോലും കേൾക്കാൻ തയ്യാറാവുന്ന ഒരു നേതാവ്. അദ്ദേഹത്തിന് ആ ഒരു കരുതൽ
എല്ലാ കാലത്തും ആളുകൾ പറയുന്നതാണ് വി എസിന് എപ്പോഴും നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഒരു കരുതലുണ്ട് വി എസിന്. ആ കരുതൽ വി എസ് സാധാരണക്കാരായ മനുഷ്യരോട് എന്നും കാണിക്കും. വിജയന്റെ പെൺകുട്ടിയുടെ ഒക്കെ കഴിഞ്ഞ ദിവസം ജോലി എഴുതിയതുപോലെ ആ പെൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ തന്റെ പെൺകുട്ടിയുടെ 1 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുക്കുകയാണ്. അവർ അത് വാങ്ങാൻ പഠിക്കുമ്പോൾ ഇത് ഒരു മുത്തച്ഛൻ തരുന്നതാണ് എന്ന് കണക്കാക്കിയാൽ മതി. അങ്ങനെ നിങ്ങളത് വാങ്ങണമെന്ന് പറയുന്നത് ആ കുടുംബം അത്രത്തോളം അപവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതത്തിന് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തെ സാമ്പത്തികമായി കൂടി സഹായിച്ചില്ലെങ്കിൽ അവർ ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ നീങ്ങുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് വി എസ് ഈ വീട്ടിലേക്ക് എത്തുന്നതും അവരെ സഹായിക്കുന്നതും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഉറപ്പ് കൊടുക്കുന്നതും. അങ്ങനെ ഒരു പെൺകുട്ടിയെ സമൂഹം മുഴുവൻ പലതരത്തിൽ ആ പെൺകുട്ടിക്കെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സമയത്താണ് വി എസ് ഞാൻ ഈ കുട്ടിയുടെ മുത്തച്ഛനാണ്, എന്റെ കൊച്ചുമകളാണ് ഇത് എന്ന് പെൺകുട്ടിയോട് പറയാൻ തയ്യാറാവുന്ന, അവരുടെ അച്ഛനോട് പറയാൻ തയ്യാറാവുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഒരു കരുതൽ നൽകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ മാനത്തിന് ആരെങ്കിലും വില നൽകിയാൽ അല്ലെങ്കിൽ ആ മാനത്തിന് ആരെങ്കിലും വില പറഞ്ഞാൽ അതിനെ ചെറുക്കാൻ ഞാനുണ്ടാവും. അത് എന്റെ മകൾക്ക്, എന്റെ കൊച്ചുമകൾക്ക് വരുന്ന വിഷയമാണ് എന്ന അതേ മട്ടിൽ കണ്ടുകൊണ്ട് തന്നെ പോരാടിയ ഒരു നേതാവ്. അത്യപൂർവമാവും ഇങ്ങനെയൊക്കെയുള്ള നേതാക്കൾ. പലരും പ്രസ്താവനകൾ ഇറക്കും, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ചില സമരങ്ങളോ സെമിനാറുകളോ ഒക്കെ സംഘടിപ്പിക്കും. പക്ഷേ വി എസ് അങ്ങനെയല്ല. വി എസ് ഈ പറയുന്ന ഇരകളാക്കപ്പെടുന്ന ആളുകളെ നേരിട്ട് കാണാനും അവരുടെ വൈകാരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ ഇടപെടാനും അവർക്ക് ധൈര്യം കൊടുക്കാനും, ഇങ്ങനെയുള്ള മനുഷ്യർക്കൊക്കെ വി എസിനെ പോലെ ഒരു നേതാവ് വന്നിട്ട് ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വിശ്വാസമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വി എസിനെ അത്രമേൽ വിശ്വാസമായിരുന്നു. അദ്ദേഹം ഏറ്റ ഒരു കാര്യത്തിൽ അദ്ദേഹം പിന്നോട്ട് പോകില്ല, വഴിയിൽ വെച്ച് അദ്ദേഹം ഉപേക്ഷിക്കില്ല. ഇനി ആരെന്ത് പറഞ്ഞാലും അതിന് പിന്നിൽ എന്ത് വലിയ തിട്ടൂരങ്ങൾ ഉണ്ടായാലും വി എസ് അതിൽ ഉറച്ചു നിൽക്കും എന്നൊരു പ്രതീക്ഷ ജനത്തിനുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായ ഒരു പ്രതീക്ഷയല്ല. വി എസ് എന്ന മനുഷ്യൻ കഴിഞ്ഞ 8 പതിറ്റാണ്ട് കാലം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി മലയാളിക്ക് ഉണ്ടായ, അദ്ദേഹത്തെ അറിയുന്ന മനുഷ്യർക്കുണ്ടായ ഒരു വിശ്വാസമാണ്. അങ്ങനെ ദീർഘകാലം കൊണ്ട് വി എസ് നേടിയെടുത്ത ആ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അപകടസന്ധികളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒക്കെ മനുഷ്യർ വി എസ് എന്ന നേതാവിനെ തേടിപ്പോകുന്നതും അല്ലെങ്കിൽ വി എസ് ഈ ഘട്ടത്തിലൊക്കെ ഇടപെടും എന്ന് പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോഴും കേരളത്തിൽ അത്തരത്തിലേക്കുള്ള നിർണായകമായ വിഷയങ്ങൾ വരുമ്പോൾ എന്തിന് CPM-ന്റെ ഉള്ളിലെ ഉറച്ച പാർട്ടി പ്രവർത്തകർ പോലും വി എസ് ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിയിൽ തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്തുമായിരുന്നു, അതിനുവേണ്ടി കലഹിച്ചു ബോധ്യപ്പെടുത്തുമായിരുന്നു, അതിനുവേണ്ടി ഉറച്ച ശബ്ദം എടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ആളുകളെ അനുവദിക്കുമായിരുന്നില്ല. അങ്ങനെയൊക്കെ എപ്പോഴും ഒരു തിരുത്തൽ ശക്തിയായി, കേരളത്തിന്റെ തിരുത്തൽ ശക്തിയായി നിന്ന, കേരളത്തിന്റെ കാവലാളായി നിന്ന മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായ ആലപ്പുഴയിലേക്ക്, പുന്നപ്ര വയലാർ സമരങ്ങളുടെ ചരിത്രമുറങ്ങുന്ന കേരളത്തിന്റെ വിപ്ലവ ഭൂമിയായ ആലപ്പുഴയിലേക്ക് കടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചലനമറ്റ ശരീരം, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട, അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ച, അദ്ദേഹത്തെ എത്രയോ തവണ കണ്ട മനുഷ്യരാണ് ഈ റോഡിന് ഇരുവശങ്ങളിലും നിൽക്കുന്നതെന്ന് ആലോചിക്കണം. ആ മനുഷ്യരൊക്കെ ചേതനറ്റ ആ ശരീരം കണ്ട് അവർക്ക് അവരുടെ ഒരു അവസാന ഉപചാരം അർപ്പിക്കുവാൻ വേണ്ടി, അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടി ഈ കോരിച്ചൊരിയുന്ന മഴയത്തും അവർ കാത്തു നിൽക്കുകയാണ്.